മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആരാധകർ മാത്രമല്ല മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു മമ്മൂക്കയുടെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലെത്തി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയുടെ കളങ്കാവൽ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലുള്ള സിനിമകളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഒരു മിനിമം ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തായിരിക്കും പോകുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ കളങ്കാവൽ കണ്ട് ആ തിയേറ്ററിൽ നിന്നും നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. റിലീസിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഇതിൽ വില്ലനായിട്ടും വിനായകൻ നായകനായിട്ടുമാണ് എത്തുന്നത് എന്നുള്ളത്. സോ മമ്മൂക്കയുടെ പല ഷെയ്ഡ്സിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ വേറൊരു ടൈപ്പിലൊരു വില്ലനാണ് എന്നുള്ളത് ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. സിനിമ കണ്ടു കഴിയുമ്പം എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമായിരിക്കും, മമ്മൂക്ക നിങ്ങൾ എന്തൊരു ആക്ടറാണ് എന്നുള്ളത്. ശരിക്കും അയാൾ വേഷപ്പകർച്ചയുടെ രാജാവ് തന്നെയാണ്. ഇതിലെ ആ ഒരു വില്ലനിസം കാണുമ്പം നമുക്ക് ശരിക്കും മമ്മൂക്കയെ അല്ല അതിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ആ ഒരു കഥാപാത്രമായി ഈ മനുഷ്യൻ മാറിയിട്ട് വേറെ ആരോ ആയിരുന്നു പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം. വിനായകനിലേക്ക് വരുമ്പം ആ ഒരു പോലീസ് കഥാപാത്രം വളരെ ഭംഗിയായിട്ട് തന്നെ മമ്മൂക്കയോടൊപ്പം പിടിച്ച് നിൽക്കാനായിട്ട് വിനായകന് നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. ഇത് സയനൈഡ് മോഹന്റെ കഥയാണോ എന്നുള്ളൊരു ചർച്ച കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയുടെ ടീം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സയനൈഡ് മോഹന്റെ കഥയല്ല എന്നുള്ളത്. പക്ഷെ ഈ കഥയിൽ നിന്നും ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് ഇതിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോഴും മനസ്സിലാകും. പക്ഷേ സയനൈഡ് മോഹന്റെ കഥയുമായിട്ട് ചില സാമ്യതകളൊക്കെ ഉള്ള കഥ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പാറ്റേൺ വേറൊരു രീതിയിലാണ്. ഇതിന്റെ നറേഷൻ പോയിരിക്കുന്ന രീതിയെല്ലാം ഡിഫറെന്റ് ആണ്. ഇതിൽ മമ്മൂക്കയ്ക്ക് ഒരു 21-22 നായികമാർ വരുന്നുണ്ട്. ഈ ഓരോ നായികമാരെയും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ഇവരുടെ സീനിന്റെ ഒരു നറേഷൻ, അതെല്ലാം വളരെ ഭംഗിയായിട്ട് ആ ഒരു റൈറ്റിംഗ് സ്റ്റേജ് തന്നെ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ മുജീബ് മജീദ് വളരെയധികം പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഇതിലെ പാട്ടുകളൊക്കെ നേരത്തെ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു. കുറച്ച് ഒരു 80s 90s കാലഘട്ടത്തിലെ ആ ഒരു ടച്ചുള്ള പാട്ടുകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതായിരുന്നു. അതിൻ്റെ കൂടെ ഇതിൽ മ്യൂസിക്കും കുറച്ച് സൗണ്ടും ഒക്കെ വന്നപ്പോഴത്തേക്കിന് ആ സീനൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി കളഞ്ഞിരിക്കുകയാണ്. നോർമലി സീരിയൽ കില്ലേഴ്സിന്റെ സിനിമകളിൽ സൈക്കോപാത്തുകളുടെ കഥ പറയുമ്പം ഈ കഥയോടൊപ്പം തന്നെ നമ്മൾ പ്രേക്ഷകരും ട്രാവൽ ചെയ്യാറുണ്ട്. ഇതിലേക്ക് വരുമ്പം ഇതിൽ വില്ലൻ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കഥ കറങ്ങി തിരിഞ്ഞ് വില്ലനിലേക്ക് എത്തുന്നത് എന്നുള്ളതിലാണ് ഇതിലൊരു സസ്പെൻസ് എലമെന്റ് ഇരിക്കുന്നത്. അപ്പൊ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. മേ ബി നായകനെയും വില്ലനെയും ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് തന്നതുകൊണ്ടായിരിക്കാം ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഹൈ ഇതിൽ ആ ഒരു എലമെന്റ് ഇതിൽ മിസ്സായതുപോലെ തോന്നി. പക്ഷെ പെർഫോമൻസ് കൊണ്ട് ഇവരിതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ജിബിൻ ഗോപിനാഥിന്റെ ക്യാരക്ടറാണെങ്കിലും ഡേസറയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു കഥാപാത്രം വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. വന്നു പോകുന്ന നായികമാരെല്ലാവരും അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കണ്ട ഇപ്പൊ ബ്രഹ്മയുഗത്തിലൊക്കെ നമ്മൾ വേറൊരു ഷെയ്ഡ് കണ്ടു. ഇതിലേക്ക് വരുമ്പം പക്ക വേറൊരു വിന്റേജ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ, ഇതിന്റെ ആർട്ടെല്ലാം ആ രീതിയിൽ തന്നെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. സോ മമ്മൂക്കയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ അതാണ് നമുക്ക് ആ വില്ലനോട് ഭയങ്കര ഒരു ദേഷ്യവും ഒരു വെറുപ്പും ഒക്കെ തോന്നിപ്പോകും. അപ്പൊ ഇതൊക്കെയായിരുന്നു കളങ്കാവൽ കണ്ടിട്ട് തോന്നിയത്. ഇതിനേക്കാളും കൂടുതൽ ഇനി പറഞ്ഞു പോയാൽ സ്പോയിലേഴ്സ് ഒക്കെ ആയി പോകും. സോ ഒരുപാട് സ്പോയിലർ ഒന്നും കേൾക്കാതെ തിയേറ്ററിൽ മാക്സിമം പോയി സിനിമ കാണുന്നതായിരിക്കും നല്ലത്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നോക്കുക. മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. സോ മാക്സിമം തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക.